കൊല്ലം കരുനാഗപ്പള്ളിയിലെ സന്തോഷിൻ്റേത് കൊട്ടേഷൻ കൊലപാതകമെന്ന സൂചന. ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നം സ്വദേശിയാണ് കൊട്ടേഷൻ നൽകിയതെന്നാണ് വിവരം. കൊലയ്ക്ക് കാരണം കരുനാഗപ്പള്ളി ഓച്ചിറ കേന്ദ്രീകരിച്ചുള്ള രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട വൈരാഗ്യമെന്ന് കണ്ടെത്തൽ. മനോജ് ചേരുകയാണ്. മനോജ്, ഈ കൊലയ്ക്ക് പിന്നിൽ കൊട്ടേഷൻ നൽകിയതാണ്. ഈ കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള കാലാകാലങ്ങളായി ഉണ്ടായിട്ടുള്ള ഒരു വൈരാഗ്യം, അത് തന്നെയാണ് ഒരു അരുംകൊലയിലേക്ക് എത്തിയത്. തീർച്ചയായും കെ പി, അങ്ങനെ തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതായത് കാലങ്ങളായി നിലനിൽക്കുന്ന ഈ ഒരു വൈരാഗ്യം തന്നെയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയായിരുന്നു ഈ സന്തോഷിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത്. അതായത് 4 അംഗ സംഘമാണ് കാറിലെത്തി ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്. സ്ഫോടക വസ്തു എറിഞ്ഞ് വീടിന്റെ വാതിൽ തകർത്തുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. സന്തോഷിനെ ആക്രമിച്ചതിന് പിന്നാലെ മറ്റൊരു യുവാവിനെയും ഈ സംഘം ആക്രമിച്ചതായാണ് വിവരം ലഭിച്ചത്. ഇത് രണ്ടും നടത്തിയത് ഒരേ സംഘമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പിന്നാലെയാണ് പോലീസ് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ കണ്ടെത്തുന്നത്. ഈ കാർ കണ്ടെത്തിയതിലൂടെ തന്നെ ഈ കാറിന്റെ ഉടമയെയും അതോടൊപ്പം തന്നെ കാർ ഈ പ്രതികൾക്കായി ക്രമീകരിച്ചു കൊടുത്തയാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. പിന്നാലെയാണ് ഈ പ്രതികളുടെ വിവരം പോലീസിന് ലഭിക്കുന്നത്. എന്തായാലും ആലപ്പുഴ ജില്ലയിലുള്ള വള്ളിക്കുന്നം സ്വദേശിയാണ് കൊട്ടേഷൻ നൽകിയതെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇയാൾ നിലവിൽ ഒളിവിലാണ്. എന്തായാലും പ്രതികളിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഉടൻ തന്നെ പ്രതികൾ പിടിയിലാകുമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. എന്തായാലും കരുനാഗപ്പള്ളി സ്വദേശിയായിട്ടുള്ള സന്തോഷ് നേരത്തെയും മനോജ്, ഈ കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള ഈ കുടിപ്പക, ഈ വർഷങ്ങൾ നീണ്ടു നിന്ന ആ ഒരു പക, അത് തന്നെയാണ് സന്തോഷിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ കൊട്ടേഷൻ നൽകിയതും കൊട്ടേഷൻ ഏറ്റെടുത്തതും എല്ലാം ഗുണ്ടാ സംഘങ്ങൾ തന്നെയാണല്ലേ? കരുനാഗപ്പള്ളി ഓച്ചിറ കേന്ദ്രീകരിച്ചുള്ള 2 സംഘങ്ങൾ തമ്മിലാണ് ഈ തർക്കം നിലനിന്നിരുന്നത്. വർഷങ്ങളായി തന്നെ ഈ തർക്കം അങ്ങനെ നിലനിന്നു. അതിൽ നീണ്ട ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ സന്തോഷിന്റെ കൊലപാതകത്തിന് കാരണം എന്ന കാര്യം തന്നെയാണ് പോലീസും പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ പോലീസിന്റെ പിടിയിൽ ഈ പ്രതികൾ ആകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി, കൊല്ലത്തിന് മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.